ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര 40-ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു മലയാള സിനിമ 40-ാം ദിനമൊക്കെ തിയേറ്ററിൽ നിറഞ്ഞു ഓടുക എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു അസാധാരണമായ സംഭവം തന്നെയാണ്. സമീപകാലത്തൊന്നും അങ്ങനെ ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് 40-ാം ദിനത്തിലും മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു. ഇന്നലെ 24 മണിക്കൂറിൽ വിറ്റുപോയത് ബുക്ക് മൈ ഷോയിൽ നിന്ന് മാത്രമായി 21,000-ഓളം ടിക്കറ്റുകളാണ്. മൊത്തത്തിൽ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് 43,300-ഓളം ടിക്കറ്റുകളും. ഇന്നലെ റെക്കോർഡ് ആണ് സിനിമ തൂക്കിയത്. വേറെ ഒന്നുമല്ല, ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുകയും അതിനോടകം തന്നെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 1 കോടിയോളം നേടുകയും ചെയ്തു എന്നുള്ളതാണ്. സിനിമയുടെ കളക്ഷനും മറ്റ് അപ്ഡേറ്റുകളുമൊക്കെ ആയിട്ട് വരാം. അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ 631 ഷോകളാണ് ഇന്നലെ ട്രാക്ക് ചെയ്തത്. 43,300-ഓളം ടിക്കറ്റുകൾ വിറ്റു. സിനിമയ്ക്ക് ഇന്നലെ ട്രാക്ഡ് കളക്ഷൻസായി വന്നത് 68,19,000 രൂപയാണ്. അതായത് 34% ഒക്യുപ്പൻസിയിൽ. സിനിമ 98 ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ. അതൊരു പക്ഷേ 1 കോടി വരെ ആകാനുള്ള ചാൻസുകളുമുണ്ട് ഫൈനൽ വരുമ്പോഴത്തേക്ക്. എന്തായാലും 108.99 കോടിയാണ് സിനിമ ട്രാക്കിങ്ങിലൂടെ മാത്രമേ നേടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച 48,49,000 രൂപയാണ് കളക്ട് ചെയ്ത്. അന്ന് 70 ലക്ഷം രൂപയാണ് സിനിമയ്ക്കായിട്ട് നേടാൻ കഴിഞ്ഞത്. എന്തായാലും ഇവിടെ ഭയങ്കര ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഹിറ്റാണ് സിനിമ അടിച്ചിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് അടിച്ചിരിക്കുന്നു. തുടരുമെന്ന ചിത്രം നേടിയിരുന്ന ആ ഒരു റെക്കോർഡ്, അല്ലെങ്കിൽ അത് വെച്ചിരുന്ന റെക്കോർഡ് ഇന്ന് ലോകയുടെ കയ്യിലേക്ക് എത്തുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ 300 കോടി ക്ലബ്ബ് എന്നുള്ള അടുത്ത ടാർഗറ്റിലേക്ക് സിനിമ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 38 ദിനം കൊണ്ട് സിനിമയുടേതായി നേടിയിരുന്നത് 297 കോടി 50 ലക്ഷം രൂപയാണ്. ഇന്നത്തെ കളക്ഷനോടുകൂടി വേൾഡ് വൈഡായിട്ട് മികച്ച രീതിയിലുള്ള കളക്ഷനാണ്. കേരളത്തിൽ നിന്ന് മാത്രം 1 കോടി വരികയും ഇന്ന് നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ തമിഴ്നാട്ടിൽ ഏകദേശം നല്ല ലെവലിലുള്ള കളക്ഷനുണ്ട്. അതേപോലെ വിദേശ രാജ്യങ്ങളിലും സിനിമ സ്റ്റഡിയായിട്ട് ഓടുന്നു എന്നുള്ളതാണ്. GCC രാജ്യങ്ങളിൽ മികച്ച പെർഫോമൻസ് ഉണ്ടായിരുന്നു. മലേഷ്യയിൽ ഇന്ന് മികച്ച പ്രകടനം സിനിമ കാഴ്ചവെച്ചു എന്നുള്ള വാർത്തകളാണ്. ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്ന് വേൾഡ് വൈഡായിട്ട് 1 കോടി 25 ലക്ഷം രൂപ നേടുമെന്നുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 198 കോടി 70 ലക്ഷം രൂപയോളമാണ് സിനിമ നേടിയിരിക്കുന്നത് ഇന്ന് ഈ ഒരു 39-ാം ദിനത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ. അതായത് ഏറെക്കുറെ 1 കോടി 20 ലക്ഷം രൂപയ്ക്കടുത്ത്, അല്ലെങ്കിൽ 1 കോടി 30 ലക്ഷം രൂപ കൂടിയാണ് സിനിമയ്ക്ക് 300 കോടി എന്നുള്ള ആ ഒരു ബെഞ്ച് മാർക്കിലേക്ക് എത്താൻ. പിന്നെയും സിനിമയ്ക്ക് തീർക്കാൻ മറ്റൊരു റെക്കോർഡുണ്ട്. ദ കേരള ഫയൽസ് എന്ന സിനിമ വേൾഡ് വൈഡായി നേടിയത് 303 കോടി എന്നുള്ളതാണ് നമുക്ക് സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ആ ഒരു റെക്കോർഡും ഈ ഒരു സിനിമ തീർക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. എന്നിട്ട് വേണം നമുക്ക് പറയാൻ ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നുള്ളത്. അതിലേക്ക് സിനിമ എത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്തായാലും കല്യാണി പ്രിയദർശൻ്റെ ഈ ഒരു പ്രകടനം അത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത്. പല അല്ലെങ്കിൽ ഭാഷ്യങ്ങൾ നമുക്കുണ്ടാകാം. ദുൽഖറാണ് ഇതിനകത്തിൽ മുന്നിൽ നിന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ടറാണ് അരുണാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം. എന്നിരുന്നാലും ഒരു താരം, അതായത് ആ ഒരു താരം തൻ്റെ ബേസിൽ തന്നെയാണ് എന്നും സിനിമ അറിയുന്നത്. ഇപ്പോൾ മോഹൻലാലിൻ്റെ പടമാണെങ്കിലും മമ്മൂട്ടിയുടെ പടമാണെങ്കിലും ഒക്കെ നമ്മൾ എങ്ങനെയാണോ അറിയുന്നത്, അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ചുക്കാൻ പിടിച്ചിരിക്കുന്ന ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അമരക്കാരൻ അല്ലെങ്കിൽ അമരക്കാരി എന്ന് പറയുന്നത് അത് കല്യാണി പ്രിയദർശൻ തന്നെയാണ്. ഒപ്പം നസ്രിനും കൂടെ ചേർന്നിട്ടുള്ള ഭാഗ്യ നായകൻ ആണ് നസ്രിൻ. അതുകൂടാതെ ടൊവിനോയും. ഇവരെല്ലാമാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ടീമിൻ്റെ വർക്കാണ്. മികച്ച ഒരു സിനിമ, മികച്ച ക്വാളിറ്റി, എല്ലാം കൊണ്ടും നമ്മളെ തൃപ്തിപ്പെടുത്തിയ ഈ ഒരു ചിത്രം ഇന്ന് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചതിൽ ഒരു മലയാളി എന്ന നിലയിൽ ഏറെ സന്തോഷിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.